കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPIM നേതാവിനെ വെട്ടിക്കൊന്ന കേസിൽ ഒരാൾ പോലീസ് പിടിയിലായി. മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം CPIM-കാരനായ അഭിലാഷാണ് കസ്റ്റഡിയിലുള്ളത്. ഇപ്പോൾ കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത്. കൊയിലാണ്ടിയിൽ CPIM ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. സത്യനാഥിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. കൊയിലാണ്ടിയിൽ നിന്ന് സമീർ C. മുഹമ്മദും കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടവും ചേരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ദീപക് തർമ്മടം ഉള്ളത്. ആദ്യം സമീറിലേക്ക്. സമീർ, ഗുഡ് മോർണിംഗ്. ആൻഡ് ദീപക് തർമ്മടം, ഗുഡ് മോർണിംഗ്. സമീർ, യഥാർത്ഥത്തിൽ ശരിക്കും എന്താണ് ചുരുക്കി പറഞ്ഞാൽ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ നാടിന് നടക്കിയ ഒരു കൊലപാതകമുണ്ടായത്. CPIM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള VP സത്യനാഥാണ് കൊല്ലപ്പെട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊയിലാണ്ടിയിലെ പെരിപ്പുറം പരദേവത ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഈ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗാനമേള നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഈ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നിരിക്കുന്നത്. ആയുധവുമായി എത്തിയാണ് അക്രമി ഇത്തരം ഒരു സംഭവം നടത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് അഭിലാഷ് എന്നുള്ള 33-കാരനാണ്. ഈ 33-കാരനാണ് ഇത്തരം ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് നീങ്ങുന്നത്. നിലവിൽ ഇതൊരു വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. മറ്റ് തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യമൊന്നും തന്നെ ഈ വിഷയത്തിൽ ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പം ക്ഷേത്ര ഭാരവാഹികൾ കൂടി ചേരുന്നുണ്ട്. എപ്പോഴായിരുന്നു ആ സംഭവം? എങ്ങനെയാണ് ഈ രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് അറിയാനാവുന്നത്? ഏകദേശം 10 മണിയോടുകൂടിയാണ് ഇവിടെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുക. കഴിയാനുള്ള അവസാന ഘട്ടത്തിലാണ്. ആ സമയത്താണ് സംഭവിക്കുന്നത്. സത്യനാഥനെയൊക്കെ നന്നായിട്ട് അറിയാവുന്നല്ലോ. സത്യനാഥൻ്റെ ബന്ധു കൂടെയാണ്. മാത്രമല്ല ക്ഷേത്രമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെടുന്ന ആളാണ്. എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന ആളാണ്. മകൻ നമ്മുടെ കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ നല്ല ബന്ധപ്പെടുന്ന ഒരാളും കൂടിയാണ്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ അഭിലാഷ് എന്ന് പറയുന്ന ആളാണ്. ഈ വ്യക്തിയെ എങ്ങനെ അറിയാം? അവിടെ വീട്ടിനടുത്ത് തന്നെയാണ് എല്ലാവരും. രണ്ടുപേരും അടുത്തടുത്തുള്ള ആൾക്കാരാണ്. എല്ലാവരും അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഇവിടെ ആയുധവുമായി എത്തിയിട്ടാണ് ഇത്തരം ഒരു കൊലപാതകം നടത്തിയത്. അതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും മാരകമായ മുറിവുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങളെല്ലാവരും കാണുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നില്ല? എങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ? താലൂക്ക് ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നു, പിന്നീട് ഇവിടുന്ന് പറ്റിയ സമയത്ത് തന്നെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കയറ്റിവിടാനുള്ള തയ്യാറെടുപ്പ് ചെയ്തു. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള വെട്ട് പുറത്തും അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വെട്ടേറ്റിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ആയുധമായിട്ട് തന്നെയാണ് ഈ പ്രതി ഇവിടെ വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ആയിരിക്കാം, അല്ലാതെ പെട്ടെന്ന് അങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അങ്ങനെയാണ് കേട്ടത്. സത്യനാഥും അഭിലാഷും നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. ആണ്, നന്നായിട്ട് അറിയാവുന്ന. ഇവിടെ നാട്ടുകാർ തന്നെയാണ്, ഇവിടെ പരിസരത്ത് തന്നെയാണ് രണ്ടുപേരുള്ളത്. അപ്പം എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതിനെ പറ്റിയാണ് ഞങ്ങൾക്ക് ധാരണയില്ലാത്തത്. അതൊരു ഞെട്ടലോട് കൂടിയാണ് ഇത് കേൾക്കുന്നത് തന്നെ. അപ്പോൾ രണ്ടുപേരും എന്താണ് വൈരാഗ്യം എന്നുള്ളത് നമുക്കറിയില്ല. SKN ക്ഷേത്ര ഭാരവാഹികളാണ് നമ്മോട് സംസാരിച്ചത്. വലിയൊരു ഞെട്ടലിലാണ് ഈ നാട്. ഇത്തരമൊരു സംഭവം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികൾ നടക്കുന്നതിനിടയിലാണ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടക്കുന്നത്. മഴവും അതുപോലെ തന്നെ സർജിക്കൽ ബ്ലേഡും ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇത്തരമൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. ആഴത്തിലുള്ള മുറിവുകൾ സത്യനാഥിൻ്റെ മുതുകിലും ഒപ്പം തന്നെ കഴുത്തിൻ്റെ ഭാഗത്തും ഉണ്ട് എന്നുള്ള കാര്യമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ ഈ അക്രമത്തിന് ശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സത്യനാഥിൻ്റെ മരണം സംഭവിച്ചു. സംഭവത്തിന് പിന്നാലെ തന്നെ അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയെടുത്തു. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് മൃതദേഹം മാറ്റിയിരിക്കുന്നത്. അവിടെയാണ് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഏതായാലും നാടിനെ നടക്കിയ ഒരു കൊലപാതകമാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൊയിലാണ്ടി നഗരപരിധിയിൽ ഇന്ന് ഹർത്താലാണ്. നഗരസഭാ പരിധിയിലും ഒപ്പം തന്നെ 4 പഞ്ചായത്തുകളിലും ഹർത്താൽ ആചരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു സമീർ മുഹമ്മദ്. പ്രതികളെ പോലീസ് കണ്ടെത്തട്ടെ എന്നും രാഷ്ട്രീയ കൊലപാതകമാണെന്ന ആരോപണത്തിനില്ലെന്നും CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ 24-നോട് പറഞ്ഞു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ, ഈ കൊയിലാണ്ടിക്കാരൻ തന്നെയായിട്ടുള്ള ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഇപ്പോൾ പോലീസ് മേധാവികൾ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങൾ പ്രതികരിക്കാം. അക്രമിയുടെ പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികളുടെ സ്വാധീനമോ സമ്മർദ്ദമോ ഇടപെടലോ അതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത്
പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. ദീപക് ധർമ്മടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ദീപക്, സങ്കടകരമായൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN, ഗുഡ് മോർണിംഗ്. ഒരു ദാരുണമായ ഒരു കൊലപാതകം, ഒരുപക്ഷെ ഒരു ഉത്സവ ആഘോഷത്തിന്റെ സന്തോഷത്തിൽ നിന്നും ഒരു നാടിനെ ഒരു ദുഃഖത്തിലാഴ്ത്തിയ ഒരു കൊലപാതകം എന്ന് വേണം നമുക്ക് പറയാം. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിലാണുള്ളത്. എനിക്ക് പുറകിലുള്ള ഈ മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കേണ്ടത്. പോസ്റ്റ്മോർട്ടം നടക്കാൻ വേണ്ടി ആദ്യം അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിന് കൊയിലാണ്ടിയിൽ നിന്നും അവിടുത്തെ ഇൻസ്പെക്ടർ IP ആണ് എത്തേണ്ടത്. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കാൻ വേണ്ടി പോലീസ് സംഘം എത്തേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെയും കൊയിലാണ്ടിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയിട്ടില്ല. 7 മണിക്ക് തന്നെ ഇൻക്വസ്റ്റ് നടപടി ആരംഭിക്കുമെന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതരെ നേരത്തെ പോലീസ് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ പോലീസ് ഇതുവരെയും എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കും. ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. SKN വിലാപയാത്രയായി കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകും. പ്രത്യേകിച്ചും അവിടുത്തെ കൊയിലാണ്ടി നഗരത്തിലെ നഗരഹൃദയം ഉൾപ്പെടുന്ന CPIMന്റെ സെൻട്രൽ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. വലിയ രീതിയിൽ പൊതുജന ബന്ധമുള്ള ഒരു സൗമ്യ സാന്നിധ്യമായ ഒരു നേതാവാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കൊയിലാണ്ടി നഗരത്തിൽ പൊതുദർശനം ഉണ്ടാവും. പിന്നീട് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് CPIM ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ അല്പം മുമ്പ് സംസാരിക്കുമ്പോഴും പറഞ്ഞത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു രാഷ്ട്രീയ ആരോപണത്തിലേക്ക് CPIM ഈ കൊലപാതകത്തിൽ കടന്നിട്ടില്ല. കാരണം പോലീസിന്റെ പ്രാഥമികമായ നിഗമനം വ്യക്തിവിരോധത്തെ തുടർന്നുള്ള കൊലപാതകമാണ്. പ്രത്യേകിച്ചും CPIMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അഭിലാഷാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിന് വ്യക്തിവിരോധമുണ്ട്. കാരണം അഭിലാഷിനെ നേരത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള എന്തെങ്കിലും കാരണമാണോ ഈ കൊലയ്ക്ക് പിന്നിൽ എന്നുള്ളത് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അഭിലാഷിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെങ്കിലും ഈ കൊല നടത്തിയതാണോ എന്നുള്ളതും കണ്ടെത്തേണ്ടത്. എന്നാൽ CPIM ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ അത്തരത്തിലെ ഒരു രാഷ്ട്രീയ ആരോപണത്തിലേക്ക്, സാധാരണഗതിയിൽ മലബാറിൽ, പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ നടക്കുന്ന കൊലപാതകങ്ങൾ നടക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ ആരോപണവുമായി എതിരാളികളുടെ പേര് ഉന്നയിക്കപ്പെടുന്ന രീതി ഉണ്ട്. പക്ഷേ എന്നാൽ ഈ കാര്യത്തിൽ വളരെ മാതൃകാപരമായ നിലപാടാണ് CPIM നേതൃത്വം എടുത്തത്. അത്തരത്തിലുള്ള ആരോപണത്തിലേക്കും കടന്നില്ല എന്നുള്ളതും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഈ അഭിലാഷ് പിടിയിലായത് തന്നെയാണ്. ഈ കൊയിലാണ്ടി പ്രദേശത്ത് നിലവിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഘർഷ അന്തരീക്ഷം സമീപകാലത്ത് ഒന്നും തന്നെയില്ല. സാധാരണഗതിയിൽ കൊയിലാണ്ടിയിൽ കടപ്പുറം ഭാഗത്ത്, ബീച്ച് ഭാഗത്തും മുജുകുന്ന് ഭാഗത്തുമാണ് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഈ പറയുന്ന മേഖലയിൽ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ സംഘർഷത്തിന്റെ അന്തരീക്ഷമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് കൽപ്പിച്ചുകൂട്ടിയുള്ള ഒരു കൊലപാതകമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് പുറകിൽ ഒരു ഗൂഢാലോചന, ഏതെങ്കിലും ആളുകളുമായി ചേർന്നുകൊണ്ട് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. പോലീസിനുള്ള എല്ലാ സാധ്യതകളും ഈ പറയുന്ന പിടിയിലായ അഭിലാഷിന്റെ ഏറ്റവും ഒടുവിലത്തെ ടെലിഫോൺ കോളുകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോഴിക്കോട് റൂറൽ സൈബർ സെല്ലിൽ നിന്നും അതിന്റെ പരിശോധനാ വിവരങ്ങൾ ഈ IPക്ക് ലഭിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊയിലാണ്ടി CI ആണ്. കൊയിലാണ്ടി CIക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ലഭിച്ചു കഴിഞ്ഞാൽ ആ കേന്ദ്രങ്ങൾ ഏറ്റവും ഒടുവിൽ ആരോടൊക്കെ സംസാരിച്ചു, ആ സംസാരത്തെ തുടർന്ന് അത് ഈ കൊലപാതകത്തിനുള്ള ഇൻസ്റ്റിഗേഷൻ, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രേരണ എന്തെങ്കിലും ലഭിച്ചുവോ എന്നുള്ള കാര്യം ഉൾപ്പെടെ, ഈ അഭിലാഷ് ഏറ്റവും ഒടുവിൽ എവിടെയാണ് ക്യാമ്പ് ചെയ്തത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ സൈബർ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് അഭിലാഷ് മാത്രമാണോ കൊലയ്ക്ക് പിന്നിൽ, അതോ അഭിലാഷിന് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ, അഭിലാഷിനെ ഈ കൊലപാതകത്തിന് വേണ്ടി, സത്യനാഥനെ കൊലപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും പ്രേരണ നൽകിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഏതായാലും ഇതെല്ലാം തന്നെ വരുന്ന മണിക്കൂറുകളിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. CPIM ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന നിലപാടിലാണ് എടുക്കുന്നത്. ഇയാൾക്ക് ഏതെങ്കിലും സംഘടനയുടെ പിന്തുണ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കൂട്ടത്തിന്റെ രാഷ്ട്രീയ എതിരാളികളുടെ പിന്തുണ ലഭിച്ചോ എന്ന കാര്യത്തിൽ കൂടി പോലീസ് അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് CPIM എത്തിയിരിക്കുന്നത്. അത്തരമൊരു നിലപാടാണ് CPIM ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ 24 പങ്കുവച്ചത്. SKN. ഓക്കെ, താങ്ക് യു. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാർ 24 ഒരു കാര്യം പറഞ്ഞു. കൊലപാതക കാരണം വ്യക്തിവൈരാഗ്യം മാത്രമാണെന്നാണ് നിലവിലെ കണ്ടെത്തൽ. സംഭവസ്ഥലത്ത് വിശദമായ പരിശോധന പോലീസ് നടത്തും. കൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുള്ളതായി കാണുന്നില്ല. അഭിലാഷ് മാത്രമേ ഈ കേസിൽ പ്രതിയായിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അഭിലാഷിൻ്റെ അറസ്റ്റും ഉടൻ രേഖപ്പെടുത്തും. മാത്രമല്ല ഇയാളുടെ ട്രാക്ക് റെക്കോർഡും അത്ര സുഖകരമല്ല. ചില ക്രിമിനൽ കേസുകളിലൊക്കെ ഇയാൾ പ്രതിയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം.